സജിന നൂർ റസൂൽ പൂക്കുട്ടി റിലേഷൻഷിപ്പ് കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും ചർച്ചയായി. റസൂലിന്റെ കുഞ്ഞ് തന്റെ ഉദരത്തിൽ വളരുന്നുണ്ടെന്നും 2.5 മാസം ഗർഭിണിയാണ് താനെന്നും കഴിഞ്ഞ ദിവസം പങ്കിട്ട പോസ്റ്റിലൂടെ സജിന നൂർ പറയാതെ പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ റസൂൽ പൂക്കുട്ടി ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇപ്പോഴിതാ സജിന നൂർ റസൂൽ പൂക്കുട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോയിലൂടെ ശ്രദ്ധേയനായ അതുൽ ബ്രൂക്സ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് വൈറലാകുന്നത്. സജിന കഴിഞ്ഞ ദിവസം ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തി പോസ്റ്റ് ഇട്ടതിന് റസൂലിനെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണെന്ന് അതുൽ ബ്ലോഗ്സ് പറയുന്നു. അതുലിൻ്റെ വാക്കുകൾ തുറന്നു വായിക്കാം. ഒരുപാടായി ഇവരുടെ കളികൾ കാണുന്നു. മുൻ ഭർത്താവ് ഫിറോസിനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ സജിന പറഞ്ഞിരുന്നു. അതേ സജിനയോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. റസൂൽ പൂക്കുട്ടിയാൽ ബന്ധം തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഫിറോസിനോടൊപ്പം ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയം മുതൽ ബന്ധം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഫിറോസ് നിന്നും സജന വേർപിരിഞ്ഞിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷം കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഫിറോസിൻ്റെ കുറ്റം പറയാൻ സജിനയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഫിറോസുമായി ദാമ്പത്യമുള്ളപ്പോൾ തന്നെ സജിന റസൂലുമായി റിലേഷൻഷിപ്പിലായിരുന്നു. ഇപ്പോൾ സജിന ചെയ്യുന്നതെല്ലാം റസൂൽ പൂക്കിയുടെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. 3 കോടിയോളം രൂപ റസൂലിനോട് സജിന ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ സജിന ഇപ്പോൾ നടത്തുന്ന ഡ്രാമകൾ ഒരു തരത്തിൽ ഹണി ട്രാപ്പാണ്. ഒരു സമയത്ത് പരസ്പരം സ്നേഹിച്ചിട്ട് അത് വെച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തുന്നത് തൊട്ടിത്തരമാണ്. കാശ് മുതലാക്കാനുള്ള പരിപാടിയല്ലേ? അതിനോട് യോജിപ്പില്ല. സജന ഇപ്പോൾ ചെയ്യുന്ന പക്ക ഹണി ട്രാപ്പ് മോഡൽ ഒരു പരിപാടിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫിറോസ് നല്ലവനാണെന്ന് ഞാൻ പറയില്ല. റിസൾട്ട് പൊക്കട്ടെ ഭീഷണിപ്പെടുത്തിയതിൻ്റെയും പേടിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് പ്രഗ്നൻസി 9 ആഴ്ച പിന്നിട്ടെന്ന കാര്യം സജിന പരസ്യമായി പോസ്റ്റ് ചെയ്തത്. പക്ഷേ അത് സജന സ്വയം തനിക്ക് തന്നെ വീഴാൻ വേണ്ടി തോണ്ടിയ കുഴി പോലായി. സജന റസൂലിനെ ഭീഷണിപ്പെടുത്തുമെന്ന കാര്യം എല്ലാവർക്കും അറിയാം. നാട്ടുകാർക്കറിയില്ല. യൂട്യൂബേഴ്സിനും സജിനയുടെ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഇക്കാര്യം അറിയാം. എല്ലാവരും മിണ്ടാതിരിക്കുന്നതാണ്. റസൂൽ പൂട്ടിക്കെട്ടിക്ക് സജിനയെ താല്പര്യമില്ല. പങ്കാളിയെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതിൻ്റെ തെളിവാണ് ഈ വിഷയത്തിൽ അയാൾ ഇതുവരെ പ്രതികരിക്കാത്തത്. റസൂലിനെ മുതലാക്കാൻ വേണ്ടിയാണ് സജന പോയതെന്നും പലയിടങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ഫിറോസിനെ അസൂയപ്പെടുത്താനോ നാട്ടുകാരെ പ്രഗ്നൻസി അറിയിച്ച് കൺഗ്രാലേഷൻ വാങ്ങിക്കൂട്ടാനോ അല്ല സജിന കഴിഞ്ഞ ദിവസം എങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. റസൂൽ പൂക്കിയുടെ ഭീഷണി മാത്രമാണ്. ഇതോടെ സജന എക്സ്പോസ്ഡായി. പ്രതികരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സജനയുമായുള്ള ബന്ധം നിഷേധിച്ചിട്ടുമില്ല. സജന ചെയ്ത് റസൂൽ പൂക്കുട്ടിയുടെ അടിമയാണ്. ബാക്കി ചാറ്റുകളും ഫോട്ടോകളും പുറത്തു വരാതിരിക്കാൻ കൂടിയാണ് സജന ഇപ്പോൾ റസൂലുമായി ഫോട്ടോയിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞ കാശ് തരൂ, അല്ലാത്ത പക്ഷം ബാക്കി കാര്യങ്ങൾ കൂടി ഞാൻ പുറത്തുവിടുമെന്ന ലൈനിലാണ് സജനയെന്നും അതുൽ ബ്ലോഗ്സ് പറയുന്നു. 2 വിവാഹങ്ങളെ 2 മക്കൾ നടിക്കുണ്ട്.